Hello guys, 2 ദിവസം മുമ്പ് ഞാൻ എൻ്റെ യൂട്യൂബിൽ ചെറിയൊരു പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ലഡാക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കണവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്കറിയാവുന്ന രീതിയിൽ നിങ്ങൾക്കുള്ള ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം കാര്യങ്ങളൊക്കെ തരാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒരുപാട് പേരാണ് ആ ഒരു പോസ്റ്റിന് താഴെ കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് വീഡിയോ ആയിട്ട് കൂട്ടണ്ട. കംപ്ലീറ്റ് കാര്യങ്ങൾ ഒരുമിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അത് മാത്രമല്ല നമ്മുടെ വീഡിയോൻ്റെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ കൂടാനുള്ള സാധ്യതയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പകുതി കാര്യങ്ങൾ ഞാനിപ്പോൾ പറയാം. ബാക്കി മണാലി ടു ലഡാക്കിലേക്കുള്ള ട്രിപ്പും കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ നാളെ അടുത്തൊരു എപ്പിസോഡിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇന്ന് നമ്മൾ പറയാൻ പോണത് റൈഡിന് മുമ്പ് പ്ലാൻ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടും ബൈക്കിൽ വരുന്ന മാറ്റങ്ങളെ കുറിച്ചിട്ടും ഏതൊക്കെ രീതിയിൽ മണാലിയിൽ പോവാം, എന്തൊക്കെ സാധനങ്ങളാണ് നമ്മൾ പോകുമ്പോൾ എടുത്ത് പിടിക്കേണ്ടത്, അത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് റൈഡിങ്ങിന്റെ പ്ലാനിങ് തുടങ്ങാം. കൃത്യമായിട്ടുള്ള ഒരു റൂട്ട് മാപ്പ് ഉണ്ടാക്കുക. കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ മുൻകൂട്ടിയിട്ട് തന്നെ കരുതുക. ഇത്ര ദിവസത്തിൽ ഏതൊക്കെ സ്ഥലത്താണ് എത്തുക, അവിടെ ഏതൊക്കെ ഹോട്ടലിലാണ് സ്റ്റേ ചെയ്യേണ്ടത്, അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യുക. നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാനായിട്ട് മുമ്പ് എല്ലാത്തിനുള്ള ഒരു വൃത്തിയായിട്ടുള്ള എന്താ പറയുക റൂട്ട് മാപ്പും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. രണ്ട് തരത്തിലാണ് നമുക്ക് മണാലി വരെ എത്താനുള്ള വഴികൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഡൽഹി വരെ എത്താനുള്ള വഴികൾ എന്ന് പറയുന്നത്. അതിൽ ആദ്യത്തെ ഒരു കാര്യം അല്ലെങ്കിൽ ആദ്യത്തെ ഒരു റൂട്ട് എന്തിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് കോയമ്പത്തൂർ, ബാംഗ്ലൂർ, ഹൈദരാബാദ്, ആഗ്ര വഴി നമുക്ക് ഡൽഹി കയറാം. ഇതെന്ന് പറയുന്നത് വളരെ എന്താ പറയുക ഒരു 7-8 ദിവസം കൊണ്ട് നിങ്ങൾക്ക് എത്തിച്ചേരാം. നല്ല റോഡും കാര്യങ്ങളൊക്കെയാണ്. കുറച്ച് ഏകദേശം ഒരു 90 കിലോമീറ്ററിനടുത്ത് മാത്രമാണ് ഓഫ് റോഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അതും ഹൈദരാബാദിൻ്റെ അപ്പുറത്തേക്ക്. അതുവരെ വളരെ എന്താ പറയുക കണ്ണടച്ച് ഓടിക്കാവുന്ന തരത്തിലുള്ള റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ രണ്ടാമത് വരുന്ന ഒരു റൂട്ട് ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ തൃശ്ശൂരിൽ നിന്ന് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഒരാൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റ് ഗോവ, മുംബൈ, ആ വഴി സൂറത്ത്, പിന്നെ എന്താ പറയുക രാജസ്ഥാൻ, ജയ്പൂർ, ഡൽഹി ആ ഒരു റൂട്ട് പിടിക്കണവരുണ്ട്. പിന്നെ കൂടുതൽ മറ്റേ റോഡിനെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് ഒരുപാട് റോഡും കാര്യങ്ങളൊക്കെ പൊളിഞ്ഞ് കിടക്കണ ഒരു റൂട്ടും കൂടിയാണിത്. നിങ്ങൾക്ക് ഒരുപാട് സമയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റൂട്ട് പിടിക്കാം. കുറേ കാഴ്ചകളൊക്കെ കണ്ട് മെല്ലെ 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 നിങ്ങൾക്ക് ഡൽഹിയിലെത്താം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് എത്തിച്ചേരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് എന്താ പറയുക ബാംഗ്ലൂർ, ഹൈദരാബാദ് ഹൈവേ എന്തായാലും പിടിക്കേണ്ടതായിട്ട് വരും. ഇനി നിങ്ങൾക്ക് സമയം ലാഭിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഡയറക്റ്റ് ഡൽഹിയിലേക്കോ അല്ലെങ്കിൽ ഇപ്പോൾ ചണ്ഡീഗറിലേക്കോ ലേയിലേക്കോ വരെ ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉണ്ടോ എന്ന് അറിയില്ല. എന്താണെന്ന് വെച്ചാലും നമുക്ക് ഡൽഹിയിൽ നിന്ന് ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ ലേയിലേക്ക് ഡയറക്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഫ്ലൈറ്റിൽ പോകാം. ഡയറക്റ്റ് ഫ്ലൈറ്റിൽ അവിടെ ചെന്ന് ഇറങ്ങുന്ന സമയത്ത് ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ഡോക്ടറിൻ്റെ അടുത്ത് അന്വേഷിച്ചിട്ട് മാത്രം നിങ്ങൾ ഫ്ലൈറ്റിൽ ലേയിൽ ചെന്ന് ഇറങ്ങാൻ ശ്രദ്ധിക്കുക. പിന്നെ ട്രെയിനിൽ പോകണവരാണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ഡൽഹിയിൽ പോയിട്ട് ഇറങ്ങാം, അല്ലെങ്കിൽ ഇപ്പോൾ ചണ്ഡീഗറിൽ പോയിട്ട് ഇറങ്ങാം. അവിടെ നിന്ന് നിങ്ങൾക്ക് ബസ് കിട്ടും. അതേപോലെ തന്നെ റെൻ്റൽ ബൈക്കുകളും കാര്യങ്ങളൊക്കെ കിട്ടും. റെൻ്റൽ ബൈക്കിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് അടുത്ത എപ്പിസോഡിൽ ഞാൻ പറയാം. ഡൽഹി ടു അല്ലെങ്കിൽ ഇപ്പോൾ ചണ്ഡീഗർ ടു മണാലി നിങ്ങൾക്ക് ബസ്സിന് പോകാം. ഏകദേശം ഒരു 1000 രൂപയുടെ താഴെ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 1500 രൂപയുടെ താഴെയാണ് ശരിക്കും ചിലവും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഏകദേശം ഒരു 4 ദിവസം കൊണ്ട് തന്നെ ഇവിടുന്ന് ഡൽഹിയിലേക്ക് ഒരു 3 ദിവസം, അവിടെ നിന്ന് 1 ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് മണാലിയിൽ എത്തിച്ചേരാൻ സാധിക്കും. വളരെ ചിലവ് കുറഞ്ഞിട്ടുള്ള ഒരു പരിപാടിയാണ് ഈ ട്രെയിനിലുള്ള യാത്ര എന്ന് പറയുന്നത്. ഏകദേശം ഒരു 7000-6000 രൂപയോളം മാത്രമാണ് നിങ്ങൾക്ക് ചിലവും കാര്യങ്ങളൊക്കെ വരുള്ളൂ. പിന്നെ ഒരു ടീമോൾ എന്ന് പറയുന്നത് ലിഫ്റ്റ് അടിച്ച് പോകുന്നവരാണ്. അവർക്ക് വേണ്ടിയിട്ട് ചെറിയൊരു ടിപ്പ് പറഞ്ഞുതരാം. മാക്സിമം ഇവിടുന്ന് കേരളത്തിൽ നിന്ന് ഡയറക്റ്റ് പഞ്ചാബിലേക്ക് ട്രക്ക്, ലോറികൾ അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പഞ്ചാബ് രജിസ്ട്രേഷനിലുള്ള നിങ്ങൾക്ക് വിശ്വാസമുള്ള ഏതെങ്കിലും വണ്ടികളിൽ ലിഫ്റ്റ് അടിച്ച് പോകുക. അപ്പോൾ നിങ്ങൾക്ക് മാറി മാറി കയറേണ്ട കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. ഇവർ വളരെ ആസ്വദിച്ച് മെല്ലെ മെല്ലേക്കാണ് പോകാമെന്നാണ് ഞാൻ കേട്ടേക്കുന്നത്. അങ്ങനെ വെച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ സ്ഥലങ്ങളും എല്ലാ കാര്യങ്ങളൊക്കെ കാണാനും പറ്റും. ഇനി കേരള ടു ലഡാക്ക് ബൈക്കിൽ പോകാൻ പ്ലാനുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ട് പറയാം. ആദ്യം തന്നെ നിങ്ങളുടെ ബൈക്കിനെ കുറിച്ചിട്ടാണ്. ബൈക്കിൻ്റെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ പരമാവധി ക്ലിയർ ആക്കി വയ്ക്കുക. പോക്കറ്റ് ടെസ്റ്റ്, അതേപോലെ തന്നെ ഇൻഷുറൻസ് ഒക്കെ പെൻഡിങ് ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് ഫുൾ കവർ തന്നെ മാക്സിമം എടുത്ത് വയ്ക്കുക കേട്ടോ. കറക്റ്റായിട്ട് ആ ഒരു പേപ്പറിൻ്റെ ഒറിജിനൽ നിങ്ങളുടെ കയ്യിൽ എഴുതുക. RC ബുക്കിൻ്റെ ഒറിജിനൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഇനിയിപ്പോൾ നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു സുഹൃത്തിൻ്റെ വണ്ടിയിലാണ് പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സുഹൃത്തിൻ്റെ ഒരു ID കാർഡ്, സെൽഫ് ടെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ID കാർഡും അതേപോലെ തന്നെ ഒരു സമ്മതപത്രം നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. അതായത് ആളുടെ പൂർണ്ണ അറിവോടെയാണ് നിങ്ങൾ ആ ഒരു വണ്ടി കൊണ്ട് ഇറങ്ങിയിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു സംഭവം കയ്യിൽ പിടിക്കാൻ പറഞ്ഞത്. പിന്നെ എല്ലാത്തിൻ്റെ ഒരു 3-4 കോപ്പി നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കുക. പിന്നെ ഡിജി ലോക്കർ പോലെയുള്ള സംഭവങ്ങളിൽ നിങ്ങൾക്ക് ഡിജിറ്റലായിട്ട് നിങ്ങളുടെ പേരിലാണ് വണ്ടി കാര്യങ്ങളെന്നുണ്ടെങ്കിൽ ഡിജിറ്റലായിട്ട് നിങ്ങൾക്ക് ഫോണിൽ ഇത് കയറ്റിയിടാൻ സാധിക്കും. അപ്പോൾ ഇത്രയും കൂടെ എളുപ്പമായിരിക്കും. നിങ്ങൾക്ക് ഏത് നേരം ഈ ബാഗ് തുറന്നിട്ട് ചെക്കിങ്ങിൽ പേപ്പേഴ്സ് കാണിക്കേണ്ട ആവശ്യം കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. പിന്നെ ഒറിജിനൽ ലൈസൻസ് മസ്റ്റാണ്. ഒറിജിനൽ ലൈസൻസ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഏതെങ്കിലും ചെക്കിങ്ങിലൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ല തരത്തിലുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഹെൽമെറ്റ്, റൈഡിംഗ് ഗിയേഴ്സ് കാര്യങ്ങളൊക്കെ മസ്റ്റാണ്. കാരണം എന്ന് വെച്ചാൽ പലതരത്തിലുള്ള കാലാവസ്ഥയെ കൂടിയാണ് നമ്മൾ സഞ്ചരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ചില സ്ഥലങ്ങളിൽ ചൂട് കൂടുതലായിരിക്കാം, ചില സ്ഥലങ്ങളിൽ പൊടിക്കാറ്റ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ തണവ് കൂടുതലായിരിക്കാം. അപ്പോൾ പരമാവധി നല്ല എന്താ പറയുക നല്ലൊരു ജാക്കറ്റ് തന്നെ, തണുപ്പിനെ എല്ലാത്തിനും ഒരേപോലെ പ്രതിരോധിക്കാൻ കപ്പാസിറ്റിയുള്ള നല്ല തരത്തിലുള്ള ജാക്കറ്റും പാൻറ്റും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുക. പിന്നെ ബൂട്ടൊക്കെ മസ്റ്റാണ് കേട്ടോ. എന്തെങ്കിലും തരത്തിൽ വീഴേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കാലിനൊക്കെ പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ട്രിപ്പും കാര്യങ്ങളൊക്കെ മുടങ്ങാനുള്ള സാധ്യതയുണ്ട്. പരമാവധി നല്ലൊരു ഹെൽമെറ്റും നിങ്ങൾ വാങ്ങിച്ച് ഉപയോഗിക്കുക. ഹെൽമെറ്റ് അതിലൊരു പിശുക്കും കാര്യങ്ങളൊന്നും കാണിക്കാണ്ടിരിക്കുക. നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഹെൽമെറ്റ് തന്നെ വാങ്ങിച്ച് ഉപയോഗിക്കുക. പിന്നെ ബൈക്ക് ഇവിടുന്ന് ഡൽഹിയിൽ
ഡൽഹിയിലേക്ക് ട്രെയിനിൽ കയറ്റി കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് റൈഡ് സ്റ്റാർട്ട് ചെയ്യണവരുണ്ട്. മെയിനായിട്ട് ഡൽഹിയിലോ അല്ലെങ്കിൽ ഇപ്പോൾ ചണ്ഡീഗറൊക്കെ ആയിരിക്കും അവരെന്താ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴും നിങ്ങളുടെ പേരിലായിരിക്കണം വണ്ടി ആയിരിക്കണം. നിങ്ങളുടെ പേരിലാണെങ്കിൽ മാത്രമാണ് എനിക്ക് തോന്നുന്നു അവിടേക്ക് ഓണർക്ക് മാത്രമാണ് ഈ ഒരു വണ്ടി പിന്നീട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വിട്ടുകൊടുക്കുള്ളൂ. ഇനിയിപ്പോൾ ഓണർ അല്ലെങ്കിൽ തന്നെ അതിൻ്റെ സമ്മതപത്രം കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിൽ കരുതുക. രണ്ട് തരത്തിലാണ് നമുക്ക് ട്രെയിനിൽ കയറ്റി കൊണ്ടുപോകാൻ പറ്റുക. ആദ്യത്തെ എന്ന് പറയുന്നത് ലഗേജ് ആയിട്ട് കൊണ്ടുപോകാം, അല്ലെങ്കിൽ പാഴ്സലായിട്ട് കൊണ്ടുപോകാം. പരമാവധി നിങ്ങൾ ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് വണ്ടിയിലെ പെട്രോളും കാര്യങ്ങളൊക്കെ ഊറ്റി ഡ്രൈ ആക്കാൻ ശ്രമിക്കുക. മാക്സിമം നല്ലപോലെ തന്നെ പാക്ക് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ പാക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ പോയിട്ട് നല്ലപോലെ തന്നെ ഈ സംഭവങ്ങളൊന്നും പാക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ എത്തുമ്പോഴേക്കും ഇതിനൊക്കെ ഡാമേജസും കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇത് കൊണ്ടുപോകുന്നതിന് മുമ്പ് വണ്ടിയിൽ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. നോർമലായിട്ടുള്ള സർവീസും കാര്യങ്ങളൊക്കെ കഴിക്കുക. അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ ടോപ്പപ്പ് ചെയ്യണതിന് പകരം നല്ലൊരു എഞ്ചിൻ ഓയിൽ തന്നെ വണ്ടിയിൽ വാങ്ങിച്ച് ഉപയോഗിക്കുക. പിന്നെ എന്താ പറയുക, കൂളൻ്റ്, അതേപോലെ തന്നെ ഓയിൽ ഫിൽറ്റർ, എയർ ഫിൽറ്റർ, ഫ്യൂൽ ഫിൽറ്റർ പോലുള്ള എത്ര സാധനങ്ങളും മാറുക. ക്ലച്ച് കേബിൾ, ആക്സിലേറ്റർ കേബിൾ എന്തായാലും പുതിയതായിരിക്കണം. ബ്രേക്ക് പാഡ് നിങ്ങൾ മാറിയിരിക്കണം. പിന്നെന്താ, നോർമലായിട്ട് പെൻഡിങ് കിടക്കുന്ന എല്ലാ സർവീസുകളും ചെയ്യുക. വണ്ടിയുടെ ടയർ നോർമൽ ടയറിന് പകരം അത്യാവശ്യം ഓഫ് റോഡ് ഓടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഡബിൾ പർപ്പസ് ടയറുകൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. പിന്നെ കുറച്ച് ക്യാനും കാര്യങ്ങളൊക്കെ വേണം. അതിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ക്യാനും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിൽ കരുതുക. അതിന് വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് ക്രാഷ് കാർഡും കാര്യങ്ങളൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് വാങ്ങിച്ച് നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കുക. പിന്നെ അത്യാവശ്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പണികളൊക്കെ ജസ്റ്റ് ഒന്ന് പഠിച്ച് വയ്ക്കുക. യൂട്യൂബിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. പഞ്ചർ കിറ്റ് കയ്യിൽ കരുതുക. ചെറിയൊരു പമ്പ് കിട്ടും. 100-150 രൂപയ്ക്കുണ്ടെങ്കിൽ പമ്പും കാര്യങ്ങളൊക്കെ കിട്ടും. അത് നിങ്ങളുടെ കയ്യിൽ കരുതുക. ആക്സിലേറ്റർ കേബിൾ, ക്ലച്ച്, പിന്നെന്താ പറയുക, ബ്രേക്ക് പാഡ്, അത്തരത്തിൽ പെട്ടെന്ന് തീർന്നു പോകണം, തേയ്മാനം വരുന്ന തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഒരു സ്റ്റെപ്പായിട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അത് നിങ്ങൾ ഇവിടെ നിന്ന് മാറിയില്ലെങ്കിൽ തന്നെ ഡൽഹിയിലൊക്കെ എത്തിയിട്ട് അതിനെ കുറിച്ചിട്ടൊക്കെ ചിന്തിച്ചാൽ മതിയായിരിക്കും. കാരണം എന്താ വെച്ചാൽ ഏകദേശം ഡൽഹിയൊക്കെ വരെ ഞാൻ പോയ സമയത്ത് ഈ സംഭവങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും തരത്തിലുള്ള കംപ്ലൈൻറ്റ് ആ ഒരു ഭാഗങ്ങൾക്ക് ഉണ്ടെന്ന് തോന്നാൻ വെച്ചാൽ അത്രയും പെട്ടെന്ന് തന്നെ സർവീസ് ചെയ്തിട്ട് ഇവിടുന്ന് റൈഡും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ വഴിയിലൊക്കെ കിടന്നു വരും. പിന്നെ ഏറ്റവും കൂടുതൽ കമൻറ്റ് ഇട്ട കാര്യം എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് ബൈക്കിലാണ് പോകേണ്ടത് എന്നുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ബൈക്കിലല്ല ഞാൻ പറയാൻ വെച്ചാൽ നമ്മുടെ മൈൻഡിലാണ് ശരിക്കും സംഭവങ്ങളൊക്കെ ഇരിക്കുന്നത്. ഏത് വണ്ടിയിൽ വേണമെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ലഡാക്ക് വരെ പോവാം. നിങ്ങൾക്കൊരു മനക്കട്ടി ഉണ്ടെങ്കിൽ വേണമെങ്കിൽ നടന്നു പോകുന്ന ടീമുകൾ വരെ ഉണ്ട്. നടന്നു പോകുന്നവരുണ്ട്, സൈക്കിളിൽ പോകുന്നവരുണ്ട്, ലിഫ്റ്റ് അടിച്ച് പോകുന്നവരുണ്ട്. ഇപ്പോൾ വണ്ടി എന്ന് പറയുന്നത് അത്ര വലിയ പ്രശ്നമായിട്ടുള്ള ഒരു സംഭവമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പോൾ സ്പ്ലെൻഡർ പോലെയുള്ള വണ്ടികളിൽ വരെ ലഡാക്ക് പോകുന്ന ടീമുകളുണ്ട്. ആക്റ്റീവയിൽ പോയിട്ടുണ്ട്. അപ്പോൾ വണ്ടി എന്ന് പറയുന്ന ഒരു സംഭവത്തിന് അവിടെ വലിയ തരത്തിലുള്ള പ്രാധാന്യം കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഇപ്പോൾ സിറ്റി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരുപാട് വണ്ടികളുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്പ്ലെൻഡർ പോലത്തെ അല്ലെങ്കിൽ ഇപ്പോൾ ആക്റ്റീവ് പോലത്തെ സംഭവങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വണ്ടികളും കൊണ്ടുപോകണവർ അതൊക്കെ എയർ കൂൾഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. അതൊരു മനസ്സിൽ വയ്ക്കുക. മാക്സിമം ഒരു മണിക്കൂർ ഗ്യാപ്പിൽ വണ്ടി കുറച്ച് നേരം ഓഫ് ചെയ്തിടുക. ഇപ്പോൾ അത്തരത്തിൽ ബൈക്കിനും അതേപോലെ തന്നെ നമുക്കും ചെറിയ തരത്തിലുള്ള റെസ്റ്റ് കൊടുക്കുക. അപ്പോൾ എത്ര കിലോമീറ്റർ നമുക്ക് പോകേണ്ടതാണ്. അപ്പോൾ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും നടുവേന പോലത്തെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇത്തിരി റെസ്റ്റ് എടുത്തിട്ട് പോവാം. പിന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാരി വലിച്ച് ലഗേജും കാര്യങ്ങളൊന്നും കൊണ്ടുപോകാണ്ടിരിക്കുക. ഉയരം കൂടിയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് ഇപ്പോൾ ഫ്യൂൽ ഇഞ്ചക്ഷൻ അല്ലാത്ത വണ്ടികളിൽ ചെറിയ തരത്തിൽ മിസ്സിങ്ങും കാര്യങ്ങളും അല്ലെങ്കിൽ ഇപ്പോൾ സ്റ്റാർട്ടിങ് ട്രബിൾ പോലത്തെ ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പരമാവധി ലഗേജിൻ്റെ എണ്ണം കുറയ്ക്കുക. ബാക്കിൽ ഒരു ആളുണ്ടായതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ നിങ്ങൾ ഒരുപാട് വെയിറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് നല്ല പോലെ തന്നെ എന്താ പറയുക ബുദ്ധിമുട്ടുണ്ടാക്കാനുള്ള സാധ്യതയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. മാക്സിമം ഒരു 5 ജോഡി ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് പിടിക്കുക. പിന്നെ ഡൊമിനാർ അല്ലെങ്കിൽ ഇപ്പോൾ ഹിമാലയൻ അത്തരത്തിലുള്ള പവർ കൂടിയിട്ടുള്ള സ്പോർട്സ് ബൈക്കുകളിലൊക്കെ പോകുന്ന സമയത്ത് എനിക്ക് വലിയ തരത്തിൽ എന്താ പറയുക കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഹിമാലയന് പഞ്ചറും കാര്യങ്ങളും കിട്ടാനുള്ള സാധ്യതയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ട്യൂബ്ലെസ് ടയറോട് കൂടിയിട്ടുള്ള വണ്ടിയാണെന്ന് നിങ്ങൾക്ക് ആ ഒരു പഞ്ചറിനെയും കാര്യമായിട്ട് പേടിക്കൊന്നും വേണ്ട. ചെറിയൊരു പഞ്ചർ കിറ്റ് കരുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പഞ്ചറും കാര്യങ്ങളൊക്കെ അടയ്ക്കാം. ഇപ്പോൾ ലോങ് റൈഡിന് എന്താ പറയുക ടൂറിങ്ങിന് പറ്റിയിട്ടുള്ള ഒരുപാട് വണ്ടികൾ നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഒരു 2.5 ലക്ഷത്തിന് താഴെ. പത്രത്തിലുള്ള വണ്ടികളിൽ ഏതെങ്കിലും ഒരു വണ്ടി നിങ്ങൾക്ക് കംഫർട്ട് തോന്നുന്ന ഏതെങ്കിലും ഒരു വണ്ടി നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യുക. ഞാൻ പോയത് ഡൊമിനാറിലാണ്. ഇപ്പോൾ ഞാൻ ഡൊമിനാർ ഫാനാന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ കമൻറ്റും കാര്യങ്ങളൊക്കെ ഇടും. അപ്പോൾ ഞാൻ ഒരുപാട് അന്വേഷിച്ചിട്ട് എനിക്ക് മനസ്സിലായ ഒരു കേസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനും കൂടെ കംഫർട്ടാണ്. ഡൊമിനാറിൽ പോകുന്ന സമയത്ത് എന്താ പറയുക മൈലേജിൻ്റെ ആ ഒരു പ്രശ്നം മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ് ശരിക്കും ലോങ് ഒക്കെ പോകുന്ന സമയത്ത് ആ ഒരു വണ്ടിയുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്നത്. ചെക്കിങ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. റൈഡേഴ്സിന് ഭയങ്കര റെസ്പെക്റ്റ് ആണ് കേരളത്തിന് പുറത്ത്. ഇപ്പോൾ ലഗേജും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അവർ മാക്സിമം കൈയും കാര്യങ്ങളൊന്നും കാണിക്കില്ല. ഇനി കാണിച്ചെങ്കിൽ തന്നെ ഇത്തരത്തിലുള്ള ഒറിജിനൽ സാധനങ്ങൾ നിങ്ങൾ കാണിക്കേണ്ടതായിട്ട് വരും. ലൈസൻസ് വരെ ഒറിജിനൽ കാണിക്കേണ്ടതായിട്ട് വരും. പിന്നെ അത്യാവശ്യം വേണ്ടി വന്നിട്ടുള്ള മരുന്നുകളും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിൽ കരുതുക. വയറിളക്കം, പിന്നെ വയറുവേദന, ഛർദി, അത്തരത്തിൽ പെട്ടെന്ന് നമുക്ക് ഈ ഫുഡ് പോയിസൺ പോലെയുള്ള സംഭവങ്ങളൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള മരുന്നുകളും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിൽ എന്തായാലും കരുതിയിരിക്കണം. പിന്നെ തലവേദനയാണ് ഇത് മെയിൻ പ്രശ്നം. ഹെൽമെറ്റൊക്കെ വെച്ചിട്ട് ഒരുപാട് ദൂരമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നല്ല തരത്തിൽ രാത്രി ഉറങ്ങുന്ന സമയത്ത് തലവേദനയും കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ സംബന്ധിച്ചുള്ള മരുന്നുകളൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. വിക്സ് അത്തരത്തിലുള്ള സംഭവങ്ങൾ. സ്ലീപ്പിംഗ് ബാഗൊക്കെ എടുത്ത് പിടിക്കണവരുണ്ട്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതൊന്നും ഇവിടെ തന്നെ എടുത്ത് പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് വഴിയിൽ നിന്ന് തന്നെ അതൊക്കെ വാങ്ങാനായിട്ട് പറ്റും. മാക്സിമം വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത്
സമയത്ത് പെട്രോൾ ക്യാൻ, അതേപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞ സംഭവങ്ങൾ, റെയിൻ കോട്ട് കയ്യിൽ കരുതുക, അതേപോലെ തന്നെ നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ പൊതിഞ്ഞു വെക്കുക, എന്തെങ്കിലും തരത്തിലുള്ള കവറിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടും. അത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നിങ്ങളുടെ കയ്യിൽ വെക്കുക. അപ്പം മഴ ഇല്ലെങ്കിൽ കൂടെ ആ ഒരു സംഭവങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിൽ കരുതുക. വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ഗ്ലൗ ഉപയോഗിക്കട്ടെ. ഗ്ലൗവും മസ്റ്റാണ്. മഴയത്ത് പോകുമ്പോഴൊക്കെയാണ് ശരിക്കും എന്താ പറയുക, സൂചി കുത്തണ പോലെയൊക്കെ ആയിരിക്കും. ഗ്ലൗ എന്തായാലും വേണം. പിന്നെ നിങ്ങൾ വണ്ടി പണിയുന്ന സമയത്ത് പരമാവധി ഒരു നമ്മുടെ ലിവർ പ്രൊട്ടക്ഷൻ കാർഡ് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഹാൻഡ് ഗാർഡും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ സെറ്റ് ചെയ്യുക. പിന്നെ ഫോഗ് ലാമ്പും മസ്റ്റാണ് കേട്ടോ. വണ്ടികളിൽ പണിയെടുക്കുന്ന സമയത്ത് ഫോഗ് ലാമ്പ് എന്തായാലും ഉണ്ടായിരിക്കണം. ഫോഗ് ലാമ്പ് ഇല്ലെങ്കിൽ നല്ല തരത്തിൽ നിങ്ങൾക്ക് പണിയിടാനുള്ള സാധ്യതയുണ്ട്. നല്ല ഉയരം കൂടിയിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ ഫോഗ് നിറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ, അല്ലെങ്കിൽ നല്ലൊരു മഴയത്തൊക്കെ ഓടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തീരെ റോഡും കാര്യങ്ങളൊന്നും കാണാൻ പറ്റിയെന്ന് തന്നെ വരില്ല. അപ്പോൾ വണ്ടിയിൽ ഫോഗ് ലാമ്പും മസ്റ്റാണ്. പിന്നെ ഫുഡിൻ്റെ കാര്യം പ്രശ്നമാവാനുള്ള ഒരു സാധ്യതയുണ്ട്. പരമാവധി റോട്ടിൽ നിന്നൊക്കെ കിട്ടണ എന്താ പറയുക, തട്ടുകട പോലെയുള്ള ഐറ്റംസ് ഇന്ന് കേരളത്തിന് പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഫുഡും കാര്യങ്ങളൊക്കെ ഏകദേശം തീരുമാനമാണ്. ബാംഗ്ലൂരിൻ്റെ അപ്പുറത്തേക്ക് നല്ല തരത്തിലുള്ള ഫുഡും കാര്യങ്ങളൊന്നും കിട്ടാനുള്ള സാധ്യതയില്ല. നല്ല ഹോട്ടലുകളിൽ കിട്ടും, പക്ഷേ റൈഡേഴ്സിനൊക്കെ സ്പെഷ്യലായിട്ടുള്ള റേറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഞാനൊക്കെ പോയ സമയത്ത് തട്ടുകടയിൽ നിന്ന് ഒരു ദോശയ്ക്ക് 55 രൂപ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്, ഒരു ദോശയ്ക്ക്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പുറത്തുനിന്നുള്ള ആളാണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അവർ ഓട്ടോമാറ്റിക്കലി ഫുഡിൻ്റെയൊക്കെ റേറ്റും കാര്യങ്ങളൊക്കെ കൂട്ടും. പരമാവധി റോഡ് സൈഡിൽ നിന്നുള്ള ഫുഡും കാര്യങ്ങളൊന്നും വലിച്ചു വാരി തിന്നാണ്ടിരിക്കുക. ഇറച്ചി പോലെയുള്ള സംഭവങ്ങളൊക്കെ ഒഴിവാക്കുക. ഈ ഫ്രീസർ ചിക്കനൊക്കെ ആയിരിക്കും തരാം. അതൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല തരത്തിൽ തന്നെ വയറിനൊക്കെ പണി കിട്ടിയിട്ട് ഫുഡ് പോയിസൺ ഒക്കെ പിടിച്ച് നിങ്ങളുടെ ട്രിപ്പും കാര്യങ്ങളൊക്കെ അട്ടപ്പട്ടെല്ലാം തീരാനുള്ള സാധ്യതയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പരമാവധി വെജിറ്റേറിയൻ ഫുഡ്, ഈ ചപ്പാത്തി പോലത്തെ അല്ലെങ്കിൽ ഇപ്പോൾ റൊട്ടിയാണ് മെയിനായിട്ട് അവിടെ നിന്ന് കിട്ടുക. റൊട്ടി, മഷ്റൂം മസാല പോലത്തെ സംഭവങ്ങളൊക്കെയാണ് എനിക്കിഷ്ടമായത്. അപ്പോൾ അത്തരത്തിലുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുക. പിന്നെ റൂം എടുക്കുന്ന സമയത്ത് പരമാവധി വില പേശിയിട്ട് ആദ്യം തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കിടക്കുക. റൂം എടുക്കുന്ന സമയത്ത് ഏകദേശം ഒരു 700 രൂപ മുതൽ റൂമും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടിങ് ഉണ്ട്. നേരത്തെ തന്നെ റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ബ്ലോക്ക് തുടങ്ങാനായിട്ട് മുമ്പ് നിങ്ങൾക്ക് ആ ഒരു സിറ്റി കവർ ചെയ്യാനായിട്ട് പറ്റും. മുംബൈ, അതേപോലെ തന്നെ ഹൈദരാബാദിലൊക്കെ ബ്ലോക്ക് ഒന്നും ഒരു രക്ഷയില്ല, നാഗ്പൂർ. അപ്പോൾ പരമാവധി അത്തരത്തിൽ ബ്ലോക്കുള്ള സ്ഥലങ്ങളിലൊക്കെ നിങ്ങളുടെ റൂട്ട് മാപ്പിൽ മുമ്പ് തന്നെ പ്ലാൻ ചെയ്ത് വെക്കുക. അപ്പോൾ അതിരാവിലെ റൈഡും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. നോർമലായിട്ട് ബാക്കി വരുന്ന സിറ്റികളല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ ഒരു 9 മണിക്ക് റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 5 മണിയോട് കൂടിയിട്ട് നിങ്ങൾ റൈഡും കാര്യങ്ങളൊക്കെ അവസാനിപ്പിച്ചാൽ മതിയാവും. അതിനിടയിൽ നല്ലപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെള്ളം കാര്യങ്ങളൊക്കെ കുടിക്കുക, ഫുഡൊക്കെ മര്യാദയ്ക്ക് കഴിക്കുക. ഡീഹൈഡ്രേഷൻ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് കോൺസെൻട്രേഷനും കാര്യങ്ങളൊന്നും കിട്ടില്ല. പിന്നെ നിങ്ങളുടെ ശരീരം എന്താ പറയുക, ആകെ പണിയിടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. 5 മണിക്ക് നിങ്ങൾ റൈഡ് നിർത്താൻ പ്ലാൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു 4 മണിക്കൂർ മുമ്പ് നിങ്ങൾ എത്താൻ സാധ്യതയുള്ള സ്ഥലം ഒന്ന് ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് വയ്ക്കുക. അവിടെ തന്നെ മുൻകൂട്ടി ഡോയോ റൂമും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തിടുക. നിങ്ങൾ ആ ഒരു സ്ഥലത്ത് പോയിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ റേറ്റും കാര്യങ്ങളൊക്കെ കൂടും. മുൻകൂട്ടി റൂമും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് ആ ഒരു റൂമിൻ്റെ റേറ്റിൽ എന്തായാലും കിട്ടും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നിങ്ങൾ ചണ്ഡീഗറിൽ എത്തിയിട്ടുണ്ടെങ്കിൽ, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഹൈദരാബാദ് റൂട്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ 7 ദിവസം കൊണ്ടും, ഗോവ റൂട്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 10-12 ദിവസം കൊണ്ടും നിങ്ങൾ ഡൽഹിയിലെത്തും. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ ഡൽഹിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് റൈഡ് സ്റ്റാർട്ട് ചെയ്യണ സമയത്ത് നിങ്ങൾ കുറച്ചധികം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇനിയിപ്പോൾ റെൻറ്റിന് ബൈക്ക് എടുക്കണോരാണെച്ചാലും, അല്ലെങ്കിൽ ഇപ്പോൾ അത്തരത്തിൽ ഡൽഹിയിൽ പോയിട്ട് റൂട്ടും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യണോരാണെച്ചാലും കുറച്ചധികം കാര്യങ്ങളുണ്ട് ആ ഒരു സ്ഥലത്ത് നിന്ന്. ശരിക്കും അത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് എന്തായാലും ഞാൻ നാളത്തെ എപ്പിസോഡിൽ പറയാം. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള നമ്മുടെ ഇന്നത്തെ ഈ ഒരു ലഡാക്ക് ട്രിപ്പിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അങ്ങനെ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക. അപ്പോൾ എന്തായാലും നാളെ കാണാം. ശരി.